നമ്മുടെ ജീവിതത്തെ നമ്മുടെ നിലവാരത്തിലും ആത്മാർത്ഥതയിലും നിന്നും വിലയിരുത്താനും മനസ്സിലാക്കാനും കഴിയാത്തവരോട് സ്വന്തം ജീവിതം വെളിപ്പെടുത്തരുത്. അപഹാസ്യത്തിനു കാരണമായി തീരും എന്നൊരു പാഠമാണ് നാം പഠിച്ചത്. പക്ഷേ ചില പാഠങ്ങൾ നാം വളരെ വൈകിയാണ് പഠിക്കാറുള്ളത്. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ അല്ല, നമ്മളെക്കൊണ്ട് കഴിയും, മാറ്റം ഉണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരുപക്ഷെ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരുടെ എതിർപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലായ്പ്പോഴും എപ്പോഴും നന്ദിയുള്ളവർ ആയിരിക്കണം. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണം എങ്കിൽ നീങ്ങിക്കൊണ്ടിരിക്കണം. പരാജയപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യൻ പുതുതായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ലാത്തവരാണ്. ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുക, വർത്തമാനകാലത്തിൽ ജീവിക്കുക, നാളേക്കായി പ്രതീക്ഷിക്കുക. നേട്ടത്തിൻ്റെ മൂല്യം അത് നേടിയെടുക്കുന്നതിന് തന്നെയാണ്. നമ്മൾ ലോകത്തെ തെറ്റായി വായിക്കുകയും അത് നമ്മെ വഞ്ചിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. വെള്ളത്തിൽ നോക്കി നിന്നുകൊണ്ട് മാത്രമാണ്. ഒറ്റപ്പെടൽ ഒറ്റയായ മനുഷ്യനും ഉറവില്ലാത്ത കിണറും ഒരുപോലെയാണ്. രണ്ടും കാലക്രമേണ ഉപേക്ഷിക്കപ്പെടും. കൂടെ ആരും കാണില്ല എന്ന് അറിഞ്ഞു തന്നെ ജീവിക്കണം. അപ്പോൾ ആര് ഒഴിവാക്കിപ്പോയാലും വലിയ വേദന ഇല്ലാതെ ഇരിക്കാം. ചില സമയങ്ങളിൽ ഒറ്റക്കാകുന്നതും ഒരു രസമാണ്. എല്ലാവരും ഉണ്ട് എന്നത് ഒരു തോന്നലാണ്, ആരും ഇല്ല എന്നതാണ് സത്യം. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളെ പിന്തള്ളപ്പെടുകയില്ല. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. സ്വപ്നം, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയുടെ മേൽ സ്വന്തമാക്കുക. ഒരു രാഷ്ട്രത്തിൻ്റെ നല്ല തലച്ചോറുകൾ ഒരുപക്ഷെ ക്ലാസ് മുറികളിലെ അവസാന ബെഞ്ചുകളിൽ ആയിരിക്കും. ജീവിതത്തെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകൾ: 1. സാവധാനത്തിലും ആഴത്തിലും ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിനെ ശാന്തമാക്കാൻ കഴിയും. 2. നിങ്ങളൊരു അപരിചിതനെ നോക്കി പുഞ്ചിരിച്ചാൽ അവർ തിരിച്ചു പുഞ്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 3. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ആശങ്കകൾ എഴുതുന്നത് വേഗത്തിൽ ഉറങ്ങാൻ നിങ്ങളെ സഹായിക്കും. 4. വീഡിയോ ഗെയിം കളിക്കുന്നതിലൂടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ മെച്ചപ്പെടുത്താൻ കഴിയും. വിഡ്ഢികൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അത് നിങ്ങളുടെ കടമയാണെന്നും നിങ്ങളത് തുടരണമെന്നും മാത്രമേ അവർ ചിന്തിക്കൂ. നിങ്ങളുടെ മൂല്യം ഒന്നും അവർ ഒരിക്കലും വില കൽപ്പിക്കില്ല. അവർ വടക്കുനോക്കി യന്ത്രം പോലെ എപ്പോഴും ഒരു ദിശയിൽ മാത്രമേ ചിന്തിക്കൂ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രചോദനാത്മകമായ കാര്യങ്ങൾ: നിങ്ങൾ തെറ്റുകൾ ഒന്നും വരുത്തുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നിനു വേണ്ടിയും ശ്രമിക്കുന്നില്ല എന്നാണ്. വിമർശനങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ, ഒന്നും പറയാതെ, ഒന്നുമില്ലാതെ ഇരിക്കുക. നിങ്ങൾ മെല്ലെയാണ് പോകുന്നതെങ്കിലും ഒരിക്കലും പുറകോട്ട് നടക്കരുത്. നിങ്ങൾ ശ്രമിക്കാത്ത കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന നല്ല കാര്യങ്ങൾ എന്തായാലും അത് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് അത് നേടാനുള്ള ആദ്യത്തെ ചുവട്. മനസ്സിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. കഴിയില്ല എന്ന് തോന്നുമ്പോഴും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവനാണ് വിജയി. ഏതു കാര്യത്തെ സംബന്ധിച്ചും മനുഷ്യർക്ക് 2-3 നിലകളുണ്ടല്ലോ: കമ്പം, ആവേശം, ആത്മസമർപ്പണം എന്നിങ്ങനെ. കമ്പക്കാർ ആഘാതമേൽക്കുമ്പോൾ പിന്മാറും. ആവേശക്കാർ മുന്നേറി അപകടത്തിൽ ചെന്ന് ചാടും. ആത്മാർത്ഥനം ചെയ്തവർ പ്രവർത്തിക്കും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക.
കാരണം അയാളോടൊപ്പമാണ് നിങ്ങൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ശിഷ്ടകാലം ജീവിക്കാനുള്ളതും. നഷ്ടപ്പെടുത്തിക്കളഞ്ഞത് എന്നെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വാശി വേറെ ഒന്നിനുമില്ല. ഒരാളെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടിയാണ് തിരക്ക്. രണ്ടാം പടിയാണ് അവഗണന. മൂന്നാം പടിയാണ് മൗനം. അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നടക്കണം. അത് നമുക്ക് എത്ര പ്രിയപ്പെട്ട ആളാണെങ്കിലും. നെഞ്ച് പിടഞ്ഞാലും പുഞ്ചിരിച്ചുകൊണ്ടു തന്നെ പിന്തിരിഞ്ഞു നടക്കണം. ആരെയും തോൽപ്പിക്കാനല്ല, സ്വയം തോറ്റിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. നാം സ്നേഹിക്കുന്നവർ 1000 പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തം നിലനിൽപ്പിനേക്കാളും ഉപരി നമ്മുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ നന്മക്കായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നാം വിശ്വാസമർപ്പിച്ചത്, സ്നേഹിച്ചത് അതിന് യോഗ്യരായ മനുഷ്യരെ തന്നെയാണ്. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി, ലാഭനഷ്ടങ്ങൾ നോക്കി, സുഖങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ ലോകത്ത് സത്യസന്ധമായി സ്നേഹിക്കപ്പെടുന്നു എന്നത് വിലമതിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. പെട്ടെന്നൊരു ദിവസം ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. പിന്നീടങ്ങോട്ട് അവർ പടർന്നു പന്തലിക്കും. പ്രണയത്തിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ വേരുകളാൽ ആഴത്തിൽ നമ്മളെ ബന്ധിക്കും. ആരും അല്ലാതിരുന്ന അവർ വേഗത്തിൽ നമ്മുടെ എല്ലാമായി മാറും. സ്നേഹത്തിൻ്റെ നല്ല വാക്കുകൾ തളിച്ച് അവരില്ലാത്ത ലോകം ശൂന്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. പെട്ടെന്നൊരു ദിവസം പൂർണ്ണമായി നമ്മെ തനിച്ചാക്കി, സന്തോഷങ്ങളെ കീറിമുറിച്ച്, ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ലാതെ അവർ നമ്മിൽ നിന്നും മറഞ്ഞു പോകും. കാരണം പിറകെ നടന്ന് സമയം കളയരുത്. മടുക്കുമ്പോൾ മടങ്ങുന്ന ചിലരുടെ ക്രൂരമായ തമാശയിൽ നമ്മളൊരു കഥാപാത്രമായി എന്ന് മാത്രം മനസ്സിലാക്കുക. നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി കളിയാക്കും. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി ചിരിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുമ്പോൾ ജീവിതം നിങ്ങളെ സല്യൂട്ട് ചെയ്യും. ഒരു പുരുഷൻ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നഷ്ടപ്പെടുത്തുന്നത് തീരാ ദുഃഖമാണ്. നിങ്ങൾ കാത്തിരിക്കുമ്പോൾ സമയം മന്ദഗതിയിലാണ്. നിങ്ങൾ വൈകുമ്പോൾ സമയം വേഗത്തിലാണ്. നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ സമയം മാരകമാണ്. നിങ്ങൾ സന്തോഷവാനായി ഇരിക്കുമ്പോൾ സമയം കുറവാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ സമയം അനന്തമാണ്. നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടുമ്പോൾ സമയം വളരെ നീണ്ടതാണ്. ഓരോ തവണയും സമയവും നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളാലും മാനസികാവസ്ഥകളാലുമാണ്, അല്ലാതെ ഗ്രൂപ്പുകളല്ല. അതിനാൽ എപ്പോഴും നല്ല സമയം ആസ്വദിക്കൂ. എന്നിട്ട് ജീവിതത്തിൽ മുന്നേറുകയും ചെയ്യൂ. ബന്ധങ്ങൾ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു തെറ്റ് കാരണമാക്കി അവർ പോകും. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ നിങ്ങളിനിയും കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തെന്ന്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളിനിയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ കടന്നു പോകുന്ന വേദന, ഒന്നുമല്ലാതാകുന്ന ഒരു ദിവസവും സ്വപ്നം കണ്ട പോലെ ഒരു ജീവിതവും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. വിജയിച്ച വ്യക്തിയും ഒരു പരാജിതനും തമ്മിലുള്ള ഏക വ്യത്യാസം, ഒരാൾക്ക് മികച്ച കഴിവുകളും ആശയങ്ങളും ഉള്ളതും മറ്റേയാൾക്ക് അത് ഇല്ലാത്തതും അല്ല. മറിച്ച് വിജയിച്ച വ്യക്തിക്ക് തൻ്റെ ആശയങ്ങളെ വെല്ലുവിളിക്കാനും കൃത്യമായി കണക്കുകൂട്ടി റിസ്ക് എടുക്കാനും
പ്രവർത്തിക്കാനും തയ്യാറാകുന്നു എന്നുള്ളതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.